അല്ലാഹുവിന്റെ ദീൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി ലോകത്ത് അവതരിപ്പിച്ചു, പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ദീൻ അവിടുത്തെ ശിഷ്യന്മാരായ സ്വഹാബികൾക്കാണ് ജീവിതത്തിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും അംഗീകാരങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ആ സ്വഹാബികളെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയുബല്ലിഗ് അശ്ശാഹിദുൽ ഗായിബ്, എന്റെ കൂടെ ഹാജരായി പഠിച്ചവർ, ഹാജരായി പഠിക്കാൻ കഴിയാത്തവർക്ക് ഇത് പ്രബോധനം ചെയ്യണം, എത്തിച്ചു കൊടുക്കണം എന്ന് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ഏൽപ്പിക്കുകയും ആധികാരിക പദവി നൽകുകയും ചെയ്തു. ആ സ്വഹാബത്ത് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കി സ്വഹാബത്ത് ലോകത്ത് പ്രചരിപ്പിച്ച ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ അതിന്റെ പ്രമാണമായ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും സുന്നത്തുകളും മഹാന്മാരായ സ്വഹാബത്തിന്റെയും ആദ്യകാല നൂറ്റാണ്ടിലുള്ള പണ്ഡിതന്മാരുടെ ഏകോപനങ്ങളെയും അതുപോലെ ഇസ്ലാം തന്നെ ഖുർആൻ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഖിയാസ് എന്ന് പറയുന്ന വ്യക്തമായി പറഞ്ഞതിനോട് വ്യക്തമായി പറയാത്തതിനെ തുലനം ചെയ്ത് നിമിത്തം മുഖേന മതത്തിന്റെ നിയമം കണ്ടെത്തുന്ന ഖിയാസ്, ഈ ഖിയാസ് എന്ന ഈ തെളിവ് മുഖേനയും മഹാന്മാരായ പണ്ഡിതന്മാർ മനസ്സിലാക്കി ലോകത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച് രേഖപ്പെടുത്തുകയും ശിഷ്യന്മാര് മുഖേന ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന നിലക്ക് അവർ അതിന്റെ നിയമവ്യവസ്ഥകൾ പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ലോകത്ത് ദീൻ പഠിപ്പിച്ച കർമ്മശാസ്ത്രപരമായ രംഗത്ത് പഠിപ്പിച്ച ഇമാമിങ്ങളാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അവർക്ക് ശേഷം അവരെ പോലുള്ള പ്രഗത്ഭരായ തികഞ്ഞ പണ്ഡിതന്മാർ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്തുള്ള മുഴുവൻ പ്രഗത്ഭരായ പണ്ഡിതരും ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച കർമ്മശാസ്ത്രങ്ങൾ അവലംബിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. ലോകപ്രശസ്ത ചരിത്രകാരനായ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയത് അറബി ഗ്രന്ഥങ്ങളിൽ കാണാം. ومدعي الاجتهاد لهذا العهد مردود على عقبه مهجور تقليده وقد صار أهل الإسلام اليوم على تقليد هؤلاء الأئمة الأربعة. മുസ്ലിമീങ്ങൾ മുഴുവനും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ സ്വീകരിക്കുക എന്നതിൽ യോജിച്ചിരിക്കുന്നു. അതിൽ മുസ്ലിങ്ങൾക്ക് തർക്കം ഇല്ല. ഇനിയൊരു പുതിയ ഗവേഷണവുമായി ആരെങ്കിലും വന്ന് പൂർവകാലത്തുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ചതിന് എതിരായ ആശയം പറഞ്ഞാൽ അവനെ വന്ന കാലിന്റെ നേരെ തിരിച്ചയക്കേണ്ടതാണ് എന്നാണ് ഇമാം ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ലോകത്ത് ചരിത്രകാരന്മാർക്ക് തർക്കമില്ലാതെ 4 മദ്ഹബുകൾ അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം ലോകം ജീവിച്ചു വന്നു. ഈ 4 മദ്ഹബിന് എതിരായി നമ്മുടെ കേരളത്തിൽ ഉടലെടുത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്നാൽ ഈ മുജാഹിദിന്റെ കക്ഷികൾ തന്നെ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് ഇമാമിങ്ങളെ സ്വീകരിക്കണം എന്നായിരുന്നു. ഇമാമിങ്ങളെ സ്വീകരിക്കാത്തവൻ പുരോഹിതനാണ്, ഇമാമുകളെ സ്വീകരിക്കാതിരിക്കുന്നത് പൗരോഹിത്യമാണ് എന്നാണ് ആദ്യകാലത്ത് മുജാഹിദുകൾ തന്നെ പറഞ്ഞത്. മുജാഹിദിന്റെ KNM പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷ 2ാം വാല്യം 1297 പേജ് നോക്കിയാണ് വായിക്കുന്നത്. കഴിഞ്ഞുപോയ ഏതെങ്കിലും ഇമാമിന്റെ
വാക്കുകളിൽ പോലും കാണപ്പെടാത്ത പല പുതിയ മതവിധികളും സ്വാർത്ഥമതികളായ ചില പണ്ഡിതന്മാർ ഒറ്റക്കായും കൂട്ടായും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം തങ്ങളുടെ ജീവിതമാർഗം നിലനിർത്തുന്നതിനും ജനമധ്യേ തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയാണിത് ചെയ്യുന്നതെങ്കിൽ അത് കള്ളത്തരീക്കത്തുകാരെ പറ്റി പറഞ്ഞതാണ്. വേറൊരു വിഭാഗം കാലത്തിന്റെ ഒഴുക്കനുസരിച്ച് മതസിദ്ധാന്തങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തി ജനസമ്മിതിയും കീർത്തിയും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ, ഇമാമിങ്ങളെ വിട്ടുകൊണ്ട് ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ പൗരോഹിത്യത്തിന്റെ ആളുകൾ ശ്രമിക്കുന്നു എന്ന് സൂറത്തു തൗബയിൽ പൗരോഹിത്യത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ മുജാഹിദിന്റെ മൗലവിമാര് തന്നെ അവരുടെ പരിഭാഷയിൽ എഴുതി വെക്കുന്നു. അപ്പൊ ഇമാമുകൾ ഒരിമാമും പറയാത്ത ആശയം പറയുന്നത് പൗരോഹിത്യമാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞതാണ്. അവരാണ് പുതിയ പൊളിച്ചെഴുത്തുകാർ. ഇനി രണ്ടാമതായി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് മുജാഹിദിന്റെ അമാനി മൗലവിയുടെ പരിഭാഷ തന്നെ പറയുന്നു. അതിന്റെ 2-ാം വാല്യം 1296 പേജിൽ പറയുന്നു പുരോഹിതന്മാരുടെ സ്വഭാവം. ഒരു വസ്തുത കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സന്ദർഭോചിതമായിരിക്കും. പുരോഗമനാശയക്കാരെന്ന മൂടുപടം അണിഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ ധാർമ്മിക മൂല്യങ്ങളെ നിഷ്കാസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ശബ്ദമുയർത്തുന്ന ചില ആളുകൾ തന്നെയും വിരോധിക്കപ്പെട്ട സന്യാസത്തിൽ ഉൾപ്പെടാത്ത പലതിനെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ഇക്കാലത്ത് കാണാറുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ, ദിക്ർ, ദുആ, സലാത്ത്, ഖുർആൻ പാരായണം, സുന്നത്ത് നോമ്പ് ആദിയായ ആരാധനാ കർമ്മങ്ങൾ ആചരിക്കുന്നത് പോലും വിരോധിക്കപ്പെട്ട സന്യാസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവയെ പരിഹാസ്യമാക്കി തള്ളുകയും അത്തരം കർമ്മങ്ങൾ നിർവഹിക്കുന്നവരെ പഴഞ്ചന്മാരും സന്യാസികളുമായി ചിത്രീകരിക്കുകയും ചെയ്യുക അവരുടെ പതിവാണ്. ഇങ്ങനെ നമ്മൾ ദിക്റും ദുആയൊക്കെ നടത്തുന്ന ആളുകളെ പഴഞ്ചന്മാരായി ചിത്രീകരിക്കൽ ഈ പുരോഹിതന്മാരുടെ പരിപാടിയാണ് എന്നും മുജാഹിദിന്റെ പരിഭാഷയിൽ തന്നെ പറയുന്നു.